ഇന്ന് മുട്ട തോരൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുട്ട പുഴുങ്ങിയാണ് തോരൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട തോടൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരത്തിന് അരിയും പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാൻ 3 ചെറിയ സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഓരോ മുറിയും വീണ്ടും ഒരു പ്രാവശ്യം കൂടി മുറിച്ചതിന് ശേഷം ഇങ്ങനെ തോരത്തിന് അരിയും പോലെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കുക. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വഴി കിട്ടുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. മുട്ട അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണേ. സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായിട്ട് വഴണ്ട് വരണം. സവാള വഴറ്റി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് കറിവേപ്പില കുറച്ചുണ്ടല്ലോ. ഞാൻ ഇല്ലെന്നാണ് കരുതിയത്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിനെ നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ ആവി കിടന്ന് അത് വെന്തോളും. അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ തിരുവിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് ജീരകം പൊടി ഉണ്ടെങ്കിലും ചേർക്കാം, മുഴുവൻ വേണമെങ്കിലും ചേർക്കാം. ഞാൻ മുഴുവൻ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മുഴുവൻ ജീരകം കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാൻ മുഴുവൻ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നന്നായിട്ട് ഞെരടി എടുക്കണം. ഈ അരപ്പ് അരയ്ക്കൊന്നും വേണ്ട. തേങ്ങ കട്ടകൾ വീഴാതെ തിരുവിയെടുത്തതിന് ശേഷം ഇതേപോലെ നല്ലതായിട്ട് ഞെരടി എടുക്കണം. ഈ തോരത്തിന് അരപ്പ് ഒരുപാട് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നത് ഒരു ടേസ്റ്റ് കുറവ് വരും. അതുകൊണ്ടാണ് ഞാൻ ഞെരടി എടുത്തത്. ഇതാകുമ്പോൾ ആ തേങ്ങയിൽ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തോരത്തിന്. അപ്പോൾ ഞെരടി എടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറായി. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെച്ച സവാള എന്തായെന്ന് നോക്കാം. സവാളയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ സവാള വഴറ്റാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ചേർക്കേണ്ട കാര്യമില്ല. നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ആ ഉപ്പ് തന്നെ കറക്റ്റായിരുന്നു. അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊന്ന് ഒരു പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം.
മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോക്കണം ഉപ്പുണ്ടാന്ന്. എനിക്ക് ചേർത്ത് കൊടുത്ത ഉപ്പ് കറക്റ്റായിരുന്നു. സവാള വഴറ്റാൻ നേരത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലേ, അത് കറക്റ്റായിരുന്നു. ഉപ്പില്ലാന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ പൊടി ഉപ്പ് ഇനി ഇട്ട് കൊടുക്കരുത്. പകരം ഉപ്പ് കലക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതാ നന്നായിട്ട് അരപ്പ് മുട്ടയിൽ എല്ലായിടത്തും യോജിച്ചതിന് ശേഷം ഒരു കുറച്ച് സമയം നമുക്ക് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. എങ്കിലേ മുട്ടയിൽ ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റായി കിട്ടുള്ളൂ. കുറച്ച് സമയം അടച്ച് വയ്ക്കുവാണ്. ഇത് നന്നായിട്ട് ആവിയൊക്കെ കയറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ മുട്ട അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പും എല്ലാം കറക്റ്റായിരുന്നു. ഇതാ നമ്മുടെ രുചികരമായ മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു രസമോ ഒഴിച്ചുകറിയോ എന്തെങ്കിലും മതി. ചോറിൻ്റെ കൂടെ ഇതും ഒഴിച്ചുകറിയോ എന്തെങ്കിലും കൂട്ടി ചോറുണ്ണാൻ നല്ല രുചിയാണ് കേട്ടോ. ഇതാ നല്ല തുറന്നിരിക്കുന്ന മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.